കുറച്ചുകൂടി ദൃഢമാണ്. അതൊരു ലക്ഷണമോ തെരഞ്ഞെടുപ്പോ വിജയമോ പരാജയങ്ങളൊന്നുമല്ല, അതിനുള്ള ആത്മബന്ധങ്ങളാണ്. തോമസ് മാത്യു ഏതായാലും നിലപാട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നതിന് പൂർണ്ണ സജ്ജനായി നിൽക്കുകയാണ്. മുബഷീറിനൊപ്പം ശരത് കെ ശശി, ഏഷ്യാനെറ്റ് ന്യൂസ്, നിലമ്പൂർ. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഉടനെ പോകുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വക്കത്ത് ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കടബാധ്യതയാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നു. സലാം പി ഹൈദ്രോസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സലാം, അച്ഛനും അമ്മയും 2 ആൺമക്കളുമാണ് മരിച്ചതെന്ന് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? സലാമിനെ ഞാൻ കൂടുതൽ വിവരങ്ങൾക്കായി പ്രതീക്ഷിക്കുകയാണ്. അത് തിരുവനന്തപുരം വക്കത്താണ്, അതായത് വക്കം വെളിവിളാകൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിലാണ് അച്ഛനും അമ്മയും 2 ആൺമക്കളും അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് വരുന്നത്. കടബാധ്യതയാണ് ഈ ഒരു കൂട്ട ആത്മഹത്യക്ക് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി അറിയുന്നത്. സലാം പി ഹൈദ്രോസിന്റെ സലാം പറഞ്ഞോളൂ. രജനി, രാവിലെ 9 മണിയോടെയാണ് അയൽക്കാർ ഈ വീട്ടിൽ ദുരന്തം നടന്ന വിവരം അറിയുന്നത്. വക്കം വെളിവിളാകം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കുടുംബം. അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ ആകാശ്, അശ്വിൻ എന്നിവരെയാണ് വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആകാശനും അശ്വിനും 20ഉം 25ഉം വയസ്സാണ് പ്രായം. ഇപ്പോൾ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമിക നിഗമനം വീട്ടിലുണ്ടായ കടബാധ്യതയാണ് ഈ കൂട്ട ആത്മഹത്യ കാരണമെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം. രജനി, കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ അല്ലെ? ഇത്രയും വലിയ ഇപ്പൊ ചെറിയ കുട്ടികളല്ല, 20-25 വയസ്സുള്ള ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു, പക്ഷേ ജോലിക്കൊക്കെ പോകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഈ കുടുംബം ഇങ്ങനെ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അത്ര വലിയ കടബാധ്യത അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കടബാധ്യതയാണ് ഇതിന് കൂട്ട ആത്മഹത്യ കാരണമെന്ന് മാത്രമേ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. എങ്ങനെയാണ് കടബാധ്യത ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ വീട്ടിനകത്തേക്ക് കയറിയതേയുള്ളൂ. നമ്മൾ ബന്ധുക്കളുമെല്ലാമായിട്ട് സംസാരിച്ചു വരികയാണ്. അല്പസമയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജനി, ശരി സലാം, കൂടുതൽ വിവരങ്ങൾ എടുക്കൂ. എന്തായാലും അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ ആകാശ്, അശ്വിൻ ചെറിയ കുട്ടികളല്ല, 20ഉം 25ഉം വയസ്സായ ആൺമക്കളാണ്. അപ്പൊ ഇത്ര വലിയ കടബാധ്യതയിലേക്ക് ഈ കുടുംബത്തെ എത്തിച്ചത് എന്താണ്? അല്ലെങ്കിൽ കടബാധ്യത തന്നെയാണോ? മറ്റെന്തെങ്കിലും രോഗമുള്ള സാഹചര്യങ്ങളൊക്കെയാണോ? അത്രങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്, പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് ഒരു വ്യക്തത വരട്ടെ. വരുന്ന മുറയ്ക്ക് നമ്മൾ ആ പ്രേക്ഷകരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കാം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നൽകുമ്പോൾ നമുക്കത് പറയാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഞാൻ ആകെ ടയേർഡാ. ആണോ? ഇന്ന് ഡിന്നർ ഉണ്ടാക്കാനും എനിക്ക് വയ്യ. ആരാ? ഓർഡർ മാം. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇത് മാമിന്റെ ഡ്രസ് ആണല്ലോ. ഓക്കെ, ഹോൾഡ് ഓൺ മോളെ, ഇതാരാ ഓർഡർ ചെയ്തത്? എനിക്കറിയില്ല. പപ്പ, അപ്പൊ ഡിന്നർ ഓക്കെ ആയില്ലേ? മോളെ, നീയാണ് ഓർഡർ ചെയ്തത്. Order from anywhere in the world. We deliver for your loved ones in India. Chicken, it's my choice. So Feligans Manual Malabar Jewelers. Taril Finance. വിശ്വസിക്കാം, ചങ്കുപൊ. Quality and discipline education at Josco Institutions, Bangalore. 3-fold വിലയ്ക്ക് 5-fold. ജോൺസ് ലിയോ. ഇരട്ടി ലൈഫും ഇരട്ടി ലാഭവും കിട്ടാൻ ഫ്ലൈ ഓൺ ഇൻവെർട്ടർ ബാറ്ററി. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. സാൽവേ മരിയ, വരൂ പറക്കാം പഠിക്കാം. യൂറോഗാർഡ്, UPVC റെയിൻ വാട്ടർ ഗട്ടർ. ടെക്സ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ, ജോലി ഉറപ്പാക്കൂ. മെറാൻഡ ഗോൾഡ് ഡയമണ്ട് ജെംസ്. Warrior shirts and kurtas. ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈൽസും ഗ്രാനൈറ്റും ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങാം. കേരള മാട്രിമോണിയിൽ ധാരാളം ചോയ്സുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ കേരള മാട്രിമോണി വഴി കല്യാണം നടന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ വേണ്ടത്? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അമ്മ പറഞ്ഞു സമ്മറിൽ മുട്ട കടിക്കരുത്. മുട്ട ഏത് സീസണിലും സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ സ്റ്റാർ ആണിത്. തണുപ്പായാലും ചൂടായാലും സൺഡേ ആയാലും മൺഡേ ആയാലും ദിവസവും കഴിക്കും മുട്ട. 3-fold വിലയ്ക്ക് 5-fold. യെസ്, 3-fold വിലയ്ക്ക് 5-fold. ജോൺസ് ലിയോ വെറും 560 രൂപയ്ക്ക്. ജോൺസ് ലിയോ, ഇന്ത്യയുടെ പുതിയ 5-fold. രാജാവേ താൻസേൻ.
രാജാവേ, താൻസൻ രാഗമാലപിക്കുമ്പോൾ ഓർക്കുക ഡോളർ റെയിൻ ഗാർഡ്. മോൺസൂൺ വരുമ്പോൾ നമ്മൾ ഡോളർ റെയിൻ ഗാർഡിനെ ഏറെ ഓർക്കും. ഹലോ മോൺസൂൺ. എന്താ പറഞ്ഞ 4 മണിക്കൂറിൽ ഇൻവെർട്ടർ ഫിസ്, അതിനുശേഷം കോടികളുടെ മോഷണം. ഞാനെങ്ങനെ അറിയാൻ ഒക്കായുണ്ടെന്ന്? ഒക്കായയുടെ ഇൻവെർട്ടർ ബാറ്ററി കോംബോ 6.25 മണിക്കൂർ വരെ മുഴുവൻ പവർ നൽകുന്നു. നീണ്ട ബാക്കപ്പ്, നീണ്ട ലൈഫ്. LIC presents unit-linked insurance plan Index Plus. Get life insurance and fast forward your market returns with nifty stocks. Secure your future with this attractive combination. Start with monthly premium of just ₹2,500. Visit licindia.in today. Dadu, do you want to upgrade to business class? Why not? Great flying, Captain. Now go 449 kilometers in a single charge. MG Windsor EV Pro. Live business class. ട്രസ്റ്റഡ് പാർട്ട്ണർ. Dreaming to study abroad? EdRoots, your route to international education. ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് അവസാന വാക്ക്. മൂന്നാർ കേറ്ററിംഗ് കോളേജ്, ട്രൂലി ഇന്റർനാഷണൽ. ഇന്ന് നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പച്ചക്കറികൾ വലിച്ചെറിഞ്ഞ് കർഷകരുടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് കാണാം. നെടുമങ്ങാട് ഗ്രാമീണ മൊത്ത വ്യാപാര വിപണിയിലെ കർഷകരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. കെ അരുൺകുമാറാണ് അവിടുന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, എന്തിനാണ് ഇവരുടെ പ്രതിഷേധം? നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് ഉണ്ട്. ആ വേൾഡ് മാർക്കറ്റിലാണ് ആ പ്രദേശത്തെ കർഷകർ. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു ഭാഗമാണ് ഈ നെടുമങ്ങാട്, ആര്യനാട്, ആ ഭാഗങ്ങൾ. അവിടെ പ്രാദേശികമായി ഈ ഉൽപ്പന്നങ്ങൾ, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടാണ് നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് രൂപീകരിച്ചത്. ഈ കർഷകരുമായി ഹോർട്ടിക്രോപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത് പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ ഹോർട്ടിക്രോപ്പ് എടുക്കുമെന്നാണ്. കാലങ്ങളായി ഹോർട്ടിക്രോപ്പ് ഇവരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുമുണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുമുണ്ട്. പക്ഷേ അതിനുള്ള കുടിശ്ശിക കൂടാതെ ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ ഹോർട്ടിക്രോപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് കർഷകരുടെ ആരോപണമെന്ന് പറയുന്നത്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വരുത്തിയത് കൂടാതെ ഇപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന, അവർ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന വിളവുകൾ ഏറ്റെടുക്കാനും ഈ സർക്കാർ സംവിധാനമായ ഹോർട്ടിക്രോപ്പ് തയ്യാറാകുന്നില്ല. കർഷകരുടെ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ നൽകുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പച്ചക്കറി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കിപ്പോൾ KPCC അധ്യക്ഷൻ മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ ഒരു പ്രതികരണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്കൊന്ന് പോവാം. അത് നടത്തി കഴിഞ്ഞു പാർട്ടി. എല്ലാ നേതാക്കന്മാരും ഐകകണ്ഠ്യേനെടുത്ത തീരുമാനമാണ് ഷൗക്കത്തിന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അകത്ത് ഒരു തെറ്റ് പറയാൻ ആർക്കും സാധിക്കില്ല. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറത്തെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന വികാരമാണ്. ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത്. അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു ആര്യാടൻ മുഹമ്മദ്. അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരാളുടെയും മനസ്സിലെ ചിന്ത. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു അപകടവുമില്ല. അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അൻവർ ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും. മുന്നണിക്കകത്ത് അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. UDF ഭാഗമാകും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിന് കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്. വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃഢമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. 2 ദിവസം സമയം തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ട്. അല്ല, അത് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. അത് എപ്പോ എടുക്കാം, ആർക്കാ തടസ്സം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തീരുമാനമെടുക്കണം. തീരുമാനിച്ചാൽ ആരാ എതിർക്കേണ്ടത്? കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്പനി തീരുമാനമെടുത്താൽ പിന്നെ ആര് ചോദ്യം ചെയ്യും? ഒന്നുമില്ല. അൻവറെ പോലത്തെ ഒരാളെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു അസറ്റല്ലേ? ഇത് നീക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടാവും. അല്ല, എനിക്കതിനെപ്പറ്റി ഇൻഫർമേഷൻസ് ഇല്ല. ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാം. ഇത് രാഷ്ട്രീയല്ലേ, സ്വാഭാവികല്ലേ.
അതിലൊന്നും നമ്മളെ ബന്ധത്തിന് പോറലേൽക്കാൻ സാധിക്കില്ല. അൻവർ UDF മുന്നണിയുടെ ഭാഗമാണെന്നാണ് KPCC മുൻ അധ്യക്ഷൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ K സുധാകരനുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. അൻവർ ഒപ്പം ഉണ്ടാകും. നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം തന്നെ അൻവർ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഇന്നിപ്പോൾ തൃണമൂല് പറഞ്ഞ ഈ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള കാര്യമൊന്നും K സുധാകരൻ അറിയില്ല. അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് PV അൻവർ ഒന്നും അവിടെ മത്സരിക്കില്ല. UDF-നൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി കൃത്യമായൊരു സ്ഥാനാർത്ഥിയെയാണ് ആര്യാണ ഷൗക്കത്തിനെ അവിടെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രചാരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം അൻവർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുൻ അധ്യക്ഷൻ KPCCയുടെ മുൻ അധ്യക്ഷൻ പറയുന്നത്. സ്വർണ്ണനിരക്കിലേക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.